ഇന്ന് മഹാശിവരാത്രി, വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ദിവസം. പാലാഴി മഥനത്തിനിടെ പാലാഴിയിൽ നിന്നുയർന്ന കാളക്കൂട വിഷം ഭക്ഷിച്ച മഹാദേവന്റെ ആയുരാരോഗ്യത്തിനായി ദേവകൾ പ്രാർത്ഥനയിൽ മുഴുകിയ ദിവസമത്രേ ശിവരാത്രി. മഥനത്തിന് കയറായി ഉപയോഗിച്ച വാസുകി വമിച്ച വിഷമാണ് കാളകൂടമെന്നും പുരാണത്തിൽ പരാമർശമുണ്ട്. എന്തായാലും പ്രപഞ്ചത്തെ ആകെ നശിപ്പിക്കാനുള്ള ശക്തി അതിനുണ്ടായിരുന്നു. ഭൂമിയിൽ പതിച്ചാൽ ഭൂമി തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് ഭഗവാൻ അത് കയ്യിൽ വാങ്ങി. എവിടെ നിക്ഷേപിക്കും? പ്രപഞ്ചരക്ഷയ്ക്കായി ഭഗവാൻ ആ തീരുമാനമെടുത്തു. വിഷം സ്വയം ഭക്ഷിക്കുക. പ്രിയതമൻ കൊടുവിഷം ഭക്ഷിക്കുന്നത് പാർവതിക്ക് താങ്ങാനായില്ല. വിഷം ഉള്ളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ദേവി മഹാദേവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. പുറത്തേക്ക് പോവാതിരിക്കാൻ മഹാദേവൻ വായ പൊത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും വയ്യാത്ത അവസ്ഥ. ക്രമേണ കാളകൂടം ഭഗവാന്റെ കണ്ഠത്തിൽ അലിഞ്ഞ് നീലവർണ്ണമുള്ളൊരു പാടായി മാറി. അങ്ങനെ ഭഗവാൻ നീലകണ്ഠനായി പ്രപഞ്ചം രക്ഷപ്പെടുകയും ചെയ്തു. അന്ന് മഹാദേവന്റെ രക്ഷയ്ക്കായി ദേവകൾ നടത്തിയ പ്രാർത്ഥനയുടെ തുടർച്ചയാണ് ഇന്ന് ഓരോ ശിവരാത്രി ദിവസവും നമ്മൾ നടത്തുന്നത്. അത് ഫലത്തിൽ പ്രപഞ്ച രക്ഷയ്ക്കുള്ള പ്രാർത്ഥനയാണ്. പ്രപഞ്ചത്തെ രക്ഷിക്കാനാണല്ലോ ഭഗവാൻ അത് ചെയ്തത്. വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് മാറി ചിന്തിച്ചാൽ ലോകമാകെ വിഷലിപ്തമായിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് പ്രസക്തി ഏറെയുണ്ട് താനും. ഇത് മലിനീകരണത്തിന്റെ കാലമാണല്ലോ. മണ്ണിലും ജലത്തിലും വായുവിലും ഭക്ഷ്യവസ്തുക്കളിൽ പോലും വിഷം നിറയുന്ന കാലം. അതൊക്കെ ഭക്ഷിക്കുകയും ശ്വസിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരവും വിഷമയമാകും. പ്രപഞ്ചത്തെ ഈ വിഷങ്ങളിൽ നിന്ന് രക്ഷിക്കാനും മഹാദേവന്റെ അനുഗ്രഹം വേണ്ടിവരും. ഭൂമിയുടെയും ജന്തു സസ്യജാലങ്ങളുടെയും ദാഹം തീർക്കാൻ ദേവഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കിയതും മഹാദേവൻ തന്നെയാണല്ലോ. ഭഗവാന്റെ ജടാമകുടത്തിൽ നിന്നാണ് ഗംഗ ഒഴുകിയിറങ്ങുന്നത്. ഭൂമി വരണ്ടുണങ്ങുന്ന കുംഭമാസത്തിലാണ് ശിവരാത്രി വരുന്നതും. ഉറക്കമൊഴിച്ചുള്ള പ്രാർത്ഥനകളും വ്രതാനുഷ്ഠാനങ്ങളുമാണ് ശിവരാത്രി ദിവസം വേണ്ടത്. വിഷഭയം ഉണ്ടായാൽ ഉറക്കമൊഴിയുക എന്നത് നമ്മുടെ നാട്ടുചികിത്സയിലും പതിവുള്ളതാണല്ലോ. ശിവരാത്രി വ്രതം പുലർച്ചെ മുതൽ പിറ്റേന്ന് പുലർച്ചെ വരെ എന്നാണ് വിധി. സ്തോത്രങ്ങളും നാമജപങ്ങളുമായി ഉറങ്ങാതെ രാത്രി പിന്നിട്ട് പിറ്റേന്ന് പുലർച്ചെ നിർമ്മാല്യ ദർശനം നടത്തി പ്രസാദവും കഴിച്ചു വേണം വ്രതം അവസാനിപ്പിക്കാൻ. ഉത്തമ ദാമ്പത്യത്തിന്റെ ഉദാത്ത മാതൃകയത്രേ ശിവപാർവതിമാർ. വാക്കും അതിന്റെ അർത്ഥവും പോലെ ഒരിക്കലും പിരിയാത്ത ബന്ധത്തിന്റെ ഉടമകളാണവർ. അതിനാൽ മംഗല്യഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും ശിവരാത്രി വ്രതം ഉത്തമമത്രേ. ശിവക്ഷേത്ര ദർശനത്തിൽ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല. സോമരേഖ മുറിയാതെയും ഓവ് മുറിച്ചു കടക്കാതെയും വേണം പ്രദക്ഷിണം. ക്ഷേത്രപ്രതിഷ്ഠകളിൽ ഷോഡശക്രിയകൾ മുഴുവൻ അനുഷ്ഠിക്കുന്നത് ശിവന് മാത്രമാണ്. അതുകൊണ്ട് ശിവന്റെ സ്ഥാനം സഹസ്രാര പത്മത്തിൽ എന്നാണ് സങ്കല്പം. അവിടെ നിന്നൊഴുകുന്ന ജ്ഞാനാമൃതം അഥവാ ജ്ഞാനഗംഗയാണ് ഓവിലൂടെ പ്രവഹിക്കുന്നത്. അതിനുമപ്പുറം മോക്ഷം. ഗംഗയെ മുറിച്ചു കടക്കാൻ പാടില്ല. ശിവന് പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്നതിനു പിന്നിൽ ഈ പ്രാധാന്യം തന്നെയായിരിക്കണം. എല്ലാ പ്രേക്ഷകർക്കും ഭക്തി നിർഭരമായ ശിവരാത്രി ആശംസകൾ.